പാലിയക്കരയിൽ ടോൾ വിലക്ക് തുടരും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത നിർമ്മാണം കാര്യക്ഷമമല്ല എന്ന കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനം. നിർമ്മാണ പ്രവർത്തനത്തിൽ ഇടപെടാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെയും ഹൈക്കോടതി വിമർശിച്ചു. പാലിയക്കരയിൽ ടോൾ പിരിവ് നിർത്തിവച്ചിട്ട് 2 മാസം. ഇന്ന് വിലക്ക് നീക്കുമെന്ന് ദേശീയപാത അതോറിറ്റി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും തിരിച്ചടി നേരിട്ടു. മേഖലയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണെന്നും അപകടങ്ങൾ പതിവാണെന്നും ജില്ലാ കളക്ടർ റിപ്പോർട്ട് ചെയ്തു. മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ NHAI പ്രതിരോധിച്ചെങ്കിലും ഫലം കണ്ടില്ല. കരാറുകാരുടെ കണ്ണിലൂടെ മാത്രം വിഷയത്തെ കാണരുതെന്ന് കോടതിയുടെ മുന്നറിയിപ്പ്. 5 കിലോമീറ്റർ ദൂരത്തിൽ ദുരിതയാത്ര പരിഹരിക്കാൻ എന്തുകൊണ്ടാണ് കേന്ദ്രം ഇടപെടാത്തതെന്ന് ഹൈക്കോടതി ചോദിച്ചു. 3 ദിവസത്തിനുള്ളിൽ മറുപടി നൽകാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. ടോൾ നിരക്ക് പുനഃപരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചത് സ്വാഗതാർഹമെന്ന് ഹർജിക്കാരൻ ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. 4 വെഹിക്കുലർ അണ്ടർപാസിന്റെ പണി നടക്കുന്നത് കൊരട്ടി 17-ാം തീയതിക്ക് ശേഷം പണി തുടങ്ങും. അപ്പോൾ ഈ വെഹിക്കുലർ അണ്ടർപാസിന്റെ പണി ഒക്ടോബറിൽ പൂർത്തീകരിച്ചിട്ടില്ല. കരാറുകാരന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ട്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഈ വെഹിക്കുലർ അണ്ടർപാസിന്റെ പണി നടക്കുമ്പോൾ ബ്ലോക്കിൽ ഈ ടോൾ കൊടുത്ത് എന്തിനാ ബ്ലോക്കിൽ പെടുന്നത്. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. സർവീസ് റോഡിലടക്കം മണ്ണിടിയുന്നതാണ് നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.